നാലു വശവും മലകളാൽ ചുറ്റപ്പെട്ടതാണ് മറയൂര്. മറഞ്ഞിരിക്കുന്ന ഊര് എന്നറിയപ്പെടുന്ന മറയൂര്. പക്ഷേ ഇപ്പോൾ സീൻ വേറെയാണ് കേട്ടോ. മറഞ്ഞിരിക്കുന്ന ഈ ഒരു വെളിച്ചത്ത് വന്നപ്പോൾ സഞ്ചാരികൾക്ക് കിട്ടിയത് മൂന്നാറിനും അപ്പുറത്തുള്ള ഒരു ലോകമാണ്. മൂന്നാറൊക്കെ സന്ദർശിക്കുന്നവർ തീർച്ചയായും മറയൂരിൻ്റെ സൗന്ദര്യത്തിലേക്കും ഒന്ന് യാത്ര തിരിക്കും. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെയും തേയിലത്തോട്ടങ്ങൾക്കിടയിലുമായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മറയൂർ വരുമ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാം സ്റ്റേയെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. A5 ഫാം ആൻഡ് ടൂർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് A5 ഫാം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫാം സ്റ്റേയുടെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ അകത്തൊരു ഹാള്, പിന്നെ 2 ബെഡ്റൂമാണുള്ളത് കേട്ടോ. നല്ല വിശാലമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിയോ സിമ്മും അതുപോലെ തന്നെ BSNL മെയിനായിട്ട് ആക്റ്റീവായിട്ടുള്ള നെറ്റ്വർക്ക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നമുക്കിവിടെ വൈഫൈയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു മറയൂരിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കുറവാണെന്നുണ്ടെങ്കിലും എപ്പോഴും തന്നെ മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഹീറ്റർ സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാം സ്റ്റൈലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തനിയെ വെച്ച് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു വയ്ക്കും. അതൊക്കെ നമ്മൾ മുൻകൂട്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ല അവർ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയുക, എന്ത് ഫുഡാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പം നമ്മുടെ ഈ ഒരു ഫാം സ്റ്റേയോട് ചേർന്ന് തന്നെ ഒരു ട്രീ ഹൗസും കൂടെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 അടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഫാം ഹൗസിൽ നിന്ന് ട്രീ ഹൗസിലേക്ക്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലൂടെ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാ നമ്മുടെ ഫാം ഹൗസിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ട്രീ ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രീ ഹൗസ്. എന്തായാലും ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കസിൻസ് എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ക്രിസ്മസ് വെക്കേഷന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കൊച്ചു ഫാമിലി ട്രിപ്പായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് നമ്മുടെ ട്രീ ഹൗസിലും അതുകൊണ്ട് കുറച്ച് പേര് കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ ഫാം സ്റ്റൈലുമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ട്രീ ഹൗസിൻ്റെ ടോപ്പ് വ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതൊരു ഫാം സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീടിന് ചുറ്റും കൃഷിയിടങ്ങളാണുള്ളത് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിളകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് നടന്ന് കാണാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. കുറച്ച് സമയം നമുക്ക് പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണങ്ങി നിൽക്കാൻ കിട്ടുന്ന കുറച്ച് അവസരമാണ് നമുക്ക് ഈ ഒരു സ്റ്റേയിൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുക. അതുപോലെ തന്നെ ഈ കൃഷിയിടത്തിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫെൻസിങ് ചെയ്ത് വളരെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കാട്ടുപോത്ത് അതുപോലെ തന്നെ കാട്ടാനൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. എന്തായാലും നമ്മൾ വന്നപ്പോൾ കാട്ടാനൊന്നും കാണാൻ പറ്റിയില്ല, കുറച്ച് മയിലിനൊക്കെ കാണാൻ പറ്റി. എന്തായാലും നമുക്ക് അതിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. എന്തായാലും നമ്മൾ കുറച്ച് സമയം എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് കുറച്ച് സമയം എൻജോയ് ചെയ്തു കേട്ടോ. എന്തായാലും 6 മണിക്ക് ശേഷം നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, അവിടെ ഫെൻസിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഫാം സ്റ്റേയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നേരെ സന്ധ്യയായിട്ടുണ്ട്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. എന്തായാലും നല്ല കിടലും ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും മറയൂർ വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. എന്തായാലും പകലത്തെ കാഴ്ചകളെ പോലെ തന്നെ രാത്രി കാഴ്ചകളും വളരെ മനോഹരമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ടനൊക്കെ അടിച്ച് ഈ ഒരു തണുപ്പത്ത്, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ആ തണുപ്പത്ത് നമ്മളിങ്ങനെ ആ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഫീലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇനി ഒരു മെയിൻ കലാപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു നേച്ചർ വോക്ക് ഉണ്ട്. ഇവിടുന്ന് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്.
ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ അങ്ങടേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വാട്ടർഫോൾസ്, അതായത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കിടിലൻ വാട്ടർഫോൾസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങടേക്ക് പോയി നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പം വലിയ എന്തോ സംഭവം പറന്നു പോകുന്നതായിട്ട് കണ്ടു. നോക്കിയപ്പോൾ നമ്മുടെ സെർപ്പൻറ്റീകളാണ്. തന്നെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മലയണ്ണാൻ, ഇഷ്ടം പോലെ മലയണ്ണാൻ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നേരിട്ട് നമ്മൾ ഒരുപാട് മലയണ്ണാൻ കണ്ടു കേട്ടോ. കാരണം നമുക്ക് വിഷ്വൽ എടുക്കാൻ പറ്റില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയും മറിഞ്ഞും എന്താ പറയുക ഒരുപാടുണ്ടായിരുന്നു. എന്തായാലും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ വാട്ടർഫോൾസിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും മൊത്തത്തിൽ ഈ ഒരു ട്രിപ്പ് ഭയങ്കര അഡ്വഞ്ചറസും അതുപോലെ തന്നെ ഭയങ്കര ത്രില്ലിങ്ങുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ നമുക്ക് അതിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. കാരണം എല്ലാവരും കൂടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫാം സ്റ്റേയും അതുപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ളൊരു നേച്ചർ വോക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. നമ്മുടെ ഈ മറയൂർ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റേയിൽ അവർ തന്നെ നമുക്ക് ജീപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരും ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോകാനായിട്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയുടെ പ്രൊഡക്ഷൻ സൈറ്റ് വിസിറ്റ്, അതുപോലെ തന്നെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെയുള്ളത് മുരുകൻ മലയിലേക്കുള്ള ട്രക്കിങ്, പിന്നെ ഭ്രമരം വ്യൂ പോയിൻറ്റ്, പിന്നെ നമ്മുടെ കാന്തല്ലൂർ സിറ്റി. ഇപ്പോൾ ആപ്പിളിൻ്റെയൊക്കെ സീസൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. എന്തായാലും മറയൂർ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മിസ് ചെയ്യാതെ കാണണം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.